ട്രംപിൻ്റെ ഇമ്മിഗ്രേഷൻ നയങ്ങൾക്കെതിരെ ലോസ് ആഞ്ചലസിൽ ചെറിയ തോതിലുള്ള എതിർപ്പുകൾ, അതായത് അല്ലറ ചില്ലറ അക്രമങ്ങൾ നടക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൽ നാഷണൽ ഗാർഡിനെയൊക്കെ പ്രസിഡന്റ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത് തന്നെ മറീൻസിനെ അയച്ചിരിക്കുന്നു. 2000 നാഷണൽ ഗാർഡും 700 മറീൻസും. അതിന് മാത്രമൊന്നുമില്ല എന്ന് നമുക്കറിയാം. ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു പ്രക്ഷോഭമാണ്. പക്ഷെ എന്നാൽ പോലും അതിന് വലിയ അന്താരാഷ്ട്ര പ്രശസ്തി കിട്ടിയിരിക്കുന്നു. കാരണം ഇവിടെ എന്തോ ഭയങ്കരമായിട്ട് സംഭവിക്കുന്നു, ട്രംപിനെതിരെ ഭയങ്കര പ്രക്ഷോഭം നടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വിഭാഗം അതിനെ വ്യാഖ്യാനിക്കുന്നു. നേരെ മറിച്ച് ഡെമോക്രാറ്റുകൾ അത് സ്റ്റേറ്റുകളുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ട് കാണുന്നു. സ്റ്റേറ്റുകൾക്ക് നിയന്ത്രിക്കാവുന്ന ഒരു കാര്യം അതിൽ ഫെഡറൽ ഗവൺമെൻറ് ഇടപെടുന്നു, അതും പട്ടാളത്തെയൊക്കെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിനെതിരെ കാലിഫോർണിയ കോടതിയിൽ പോയി ഈ ട്രംപിൻ്റെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഒരു അടിയന്തരമായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന്, താൽക്കാലികമായിട്ട് നിർത്തിവെക്കണമെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടത് ഫെഡറൽ കോടതി സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിചാരണയൊക്കെ കാലങ്ങളെടുക്കും. അപ്പം താൽക്കാലികമായിട്ട് ട്രംപാണ് വിജയിച്ച് നിൽക്കുന്നത്. എന്തായാലും ഈ ഇമ്മിഗ്രേഷനൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇമ്മിഗ്രൻസായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയൊരു സുഖകരമായ ഒരു കാര്യമല്ല. കാരണം ഈ ഇമ്മിഗ്രേഷൻ വിരുദ്ധതയും ആ റേസിസവും ഒക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ ഇമ്മിഗ്രൻസ് നമ്മളെപ്പോലുള്ള ആളല്ലെങ്കിൽ അയാൾക്കെതിരെ അണിനിരക്കുക, അയാൾക്കെതിരെ വിരൽ ചൂണ്ടുക വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെ പെട്ടുപോകുന്നത് ഖേദകരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഫോട്ടോ കണ്ടു. ന്യൂജേഴ്സിയിൽ ന്യൂയോർക്ക് എയർപോർട്ടിൽ ചെറിയൊരു പയ്യൻ, ഇന്ത്യയിൽ നിന്ന് വന്ന പയ്യനാണ്. അവന് ശരിക്കും ഇംഗ്ലീഷ് പറയാൻ അറിയില്ല എന്ന് തോന്നുന്നു. ഈ ഇവിടെ വരുന്ന പയ്യന്മാർക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാതെ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയായാലും അയാൾ സംസാരിച്ചത് ഹരിയാൻവി ഹിന്ദിയിലാണ് എന്നാണ് ആ വീഡിയോ പങ്കുവെച്ച ആൾ പറഞ്ഞിരിക്കുന്നത്. എന്നെ വട്ടനാക്കാൻ ശ്രമിക്കുന്നു, ഭ്രാന്തനാക്കാൻ ശ്രമിക്കുന്നു, ഞാൻ ഭ്രാന്തനൊന്നുമല്ല എന്ന് പറഞ്ഞാണ് പയ്യൻ കിടന്ന് കരയുന്നത്. അപ്പോൾ ആ പയ്യനെ നിലത്ത് പിടിച്ച് കിടത്തി കയ്യാമം വെക്കുന്നത് കണ്ടപ്പം വളരെ വിഷമം തോന്നിപ്പോയി. ഇത്രയും ഇവിടുത്തെ പോലീസുകാർ, സാമാന്യ നിലയിൽ ഇന്ത്യക്കാരും പോലീസ് വന്നാൽ റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളല്ല നമ്മളാരും. കാരണം നമുക്കതിനുള്ള കഴിവോ കപ്പാസിറ്റിയോ ധൈര്യമോ ഉള്ള ആളുകളല്ല. അപ്പോൾ പോലീസ് വന്നാൽ കയ്യാമം വെക്കണമെങ്കിൽ പുറകിലേക്ക് വെക്കാവുന്നേ ഉള്ളൂ. നിലത്ത് കിടത്തി വലിയ കുറ്റവാളിയെ പോലെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നില്ല.